മോഷത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് പുലാപ്പറ്റ ആണ്, പാലക്കാട് ജില്ലയിലെ പുലാപ്പറ്റ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഏറ്റവും അത്ഭുതമായി തോന്നിയത് എനിക്ക് നക്ഷത്രവനുണ്ട്. ഈ നക്ഷത്രവനത്തിൽ നമ്മൾ ഓരോരുത്തരുടെ പേരിലും ഇതുണ്ടല്ലേ, ഓരോരുത്തരുടെ പേരിലുള്ള വൃക്ഷത്തിനും നാളും വൃക്ഷം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ നാളിലും ഈ 27 നാളുകാരുടെ പേരിലുള്ള വൃക്ഷങ്ങളും ഇവിടെ ഉണ്ട്. ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് നിങ്ങളുടെ നാളിലുള്ള മരത്തിന് 3 വലം വെച്ച് അതിൻ്റെ ചുവട്ടിൽ തൊട്ട് തൊഴുത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആയുസ്, ആരോഗ്യം, സമ്പത്ത് എന്നിവ ഉണ്ടാവാനും, പിന്നെ വലത്തിടുമ്പോൾ ആ മരത്തിൻ്റെ ഔഷധ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് ആഗീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജന്മനാളിൽ ആ നക്ഷത്രമരത്തിന് അഥവാ പൂജ ചെയ്യണമെങ്കിൽ 100 രൂപ അടച്ച് കൗണ്ടറിൽ ചീട്ടാക്കണം. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. എല്ലാ നാളുകളുടെ പേരിലും ഉള്ള വനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും ഇതിൽ 3 വലം വെച്ച് തൊട്ട് തൊഴുത് വെള്ളം ഒഴിക്കണം വന്നിട്ട്. ഇനി ഞാൻ അത്ഭുതമായ ഒരു വൃക്ഷം കാണിച്ചു തരാം. ഈ പേരാൽ നോക്കൂ. ഈ പേരാലിൻ്റെ ഇലകൾ ഭഗവാൻ കൃഷ്ണന് ഗോപികമാർ വെണ്ണ കൊടുത്തിരുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട കൃഷ്ണ പേരാലാണെന്നാണ് പറയുന്നത്. ഈ പേരാലിൻ്റെ ഇലകളെ ഗോപികമാർ കുമ്പിൾ കുത്തിയിട്ട് വെണ്ണ ഉണ്ണിക്കണ്ണന് കൊടുത്തിരുന്ന പോലെയാണ് ഇതിൻ്റെ ഇലകളുടെ വിശേഷം. ഓരോ ഇലകളും കുമ്പിൾ കുത്തിയ കൂട്ടത്തിൽ കണ്ടില്ലേ, കാണേണ്ടത് തന്നെയാണ് ഇത്. ഉണ്ണിക്കണ്ണന് ഗോപികമാർ കുമ്പിൾ കുത്തി വെണ്ണ കോരിയ പോലുള്ള ഈ പേരാൽ ഇതാ ഇവിടെ എഴുതി ഇട്ടിട്ട് കൃഷ്ണ പേരാൽ. ഓരോ ഇലകളും ഇതാ വളരുമ്പോഴേ ഉണ്ടാവണത് കുമ്പിൾ കുത്തിയിട്ടാണ്. ഇതൊക്കെ കാണാൻ പറ്റിയത് ഭഗവാന്റെ അനുഗ്രഹം. ഇനി ഇവിടെ വേറൊരു വിശേഷം എന്ന് പറയുന്നത് മോക്ഷത്തമ്പലാണ് ഇത്. ഇനി വേറെ വിശേഷം എന്ന് പറയുന്നത് ഇവിടുത്തെ മരങ്ങളിൽ കണ്ടോ, ഈ മരത്തിൻ്റെ ചുറ്റുമുള്ള മരങ്ങളിൽ നിറയെ വവ്വാലുകളാണ്. ഇത് പറയപ്പെടുന്നത് അപമൃത്യു സംഭവിച്ച ആത്മാക്കൾ അവരുടെ പുണ്യത്തിന് വേണ്ടിയിട്ട് ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അത് അത്ഭുതം തോന്നും. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഉള്ള മരങ്ങളിലും വവ്വാലുകൾ നിറയുണ്ട്. ഇതൊക്കെ കാണാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് കാണുന്നു. മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 3000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയണത്. ഇവിടെ ശിവപാർവതി, ഒക്കത്ത് ഗണപതി, അയ്യപ്പൻ, പൂർണ്ണ പുഷ്കല, കിരാതമൂർത്തി എന്നിവ 4 അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. പുറത്ത് നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക, ചിത്രകൂടങ്ങൾ, ദേശനാഗങ്ങൾ എന്നിവയ്ക്കും കിഴക്ക് തെക്കേ മൂലയിൽ വേട്ടേക്കാരനെയും തെക്കേ പടിഞ്ഞാറേ മൂലയിൽ ബ്രഹ്മരക്ഷസും അതിനടുത്തായി സുബ്രഹ്മണ്യ സമേത നാഗങ്ങളും ഉണ്ട്. ചുറ്റമ്പലവും അതിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രങ്ങളും പണി കഴിച്ചിരിക്കുന്നത് 1500 വർഷം മുമ്പാണെന്നാണ് പറയണത്. പിന്നെ വേറൊരു വിശേഷം, ഇവിടെ ആരെയെങ്കിലും കളിയാക്കിയാൽ ആ പാപം തീരുന്നതിന് വേണ്ടി വലം വെച്ച് തൊഴുതാൽ പാപം പോകുന്ന വന്യമരം, രുദ്രാക്ഷമരം, ഔഷധ സസ്യങ്ങൾ എന്നിവ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്.